ഹായ് ഗൈസ്, വെൽക്കം ടു ഞാൻ ഹാബിൽ. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി കോണ്ടന്റ് ക്രിയേഷൻ, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി ബിഗിനിങ് ലെവലിൽ നിൽക്കുന്ന ആളുകൾക്കുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ കോണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അറിയേണ്ട ഒരു 3 കാര്യങ്ങളുണ്ട്. വെറും 3 കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അറിയേണ്ടത്. ഇപ്പം നിങ്ങൾ ചെയ്ത് തുടങ്ങിയ ഒരു ബിഗിനിങ് ലെവലിൽ നിൽക്കുന്ന ഒരു ബിഗിനർ ആണെങ്കിലും ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ പ്രോ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അതായത് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളൊക്കെ മനസ്സിലാക്കിയ ഒരു 3 പോയിന്റ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 പോയിന്റ്സ് ആണ്. ഇതിൽ ഒരു പോയിന്റ് നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് ആയിരിക്കുക. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പണ്ടൊരു ചൊല്ലുണ്ട്, ഇനി ഒരു കല്ലെടുത്ത് മേലെ കിട്ടാൽ എന്താ പറയുക, ഒരു ബംഗാളിന്റെ തലയിൽ വന്ന് നോക്കുന്നു. പക്ഷെ ഇന്ന് അതൊരു കോണ്ടന്റ് ക്രിയേറ്ററുടെ തലയിലാണ് വന്നുക. അത്രയും ക്രിയേറ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ, നൂറുകണക്കിന് ക്രിയേറ്റേഴ്സ് ഓരോ ദിവസം വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വൈഡ് പ്ലാറ്റ്ഫോമാണ്. അവിടെ നമ്മളെ 4 ആൾ അറിയണം, ശ്രദ്ധിക്കപ്പെടണം. നമ്മൾ വിചാരിച്ചൊരു ഓഡിയൻസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ യുണീക്കായ കോണ്ടന്റ്സ് എപ്പോഴും തുടങ്ങും. അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ കോണ്ടന്റ്സ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എന്ന് വെച്ച് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കുറേ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. പരമാവധി നിങ്ങളൊന്ന് റിസർച്ച് നടത്തിയിട്ട് നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ നോക്കുക. അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയടാ. അതായത് ഇപ്പം നിങ്ങൾ ഒരാളെ കോപ്പി ചെയ്തിട്ട് ഒരു ക്രിയേഷൻ എന്ന് പറയുന്ന രൂപത്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ പിന്നെ അറിയപ്പെടാൻ എന്താ അറിയോ, കോപ്പി കാറ്റ് എന്നുള്ള രൂപത്തിലാണ്. കാരണം ഓൾറെഡി ഹിറ്റായ ഒരാളുടെ സ്റ്റൈലാണ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി പിന്നെ ഉണ്ടാവില്ല. നിങ്ങൾ എത്ര ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാലും ആളുകൾ നിങ്ങളെ എന്ത് പറഞ്ഞിട്ടാണ് നോട്ടീസ് ചെയ്യുക, കോപ്പി കാറ്റ് എന്ന്. അത് കേൾക്കാൻ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. സ്റ്റാർട്ടിങ് നിങ്ങൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് കയറി കിട്ടിയാൽ മതി, പക്ഷെ അത് ഭയങ്കര അബദ്ധമാട്ടോ. ഒരാളെ കോപ്പി ചെയ്ത് ഒരിക്കലും ഈ ഒരു ഫീൽഡിലോട്ട് എൻ്റർ ആവരുത്. മാക്സിമം സ്വന്തം സ്റ്റൈൽ കൊണ്ടുവരിക, സ്വന്തം സ്റ്റൈൽ കീപ്പ് ചെയ്യുക, സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി കൊണ്ടുവരാൻ നോക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്, യുണീക്ക് ആയിരിക്കുക, യുണീക്ക് കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. കുറേ ആളുകൾ പറഞ്ഞ് നിങ്ങൾ കേട്ട ഒരു കാര്യം തന്നെ ആവും, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. അത് നിർബന്ധം, പ്രത്യേകിച്ച് ഒരു ബിഗിനർ. കാരണം ഒരു ബിഗിനിങ് ലെവലിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു 10 വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്ത് ഈ ഒരു 10 വീഡിയോ 2-3 മാസം ഗ്യാപ്പിൻ്റെ ഇടയിൽ ഓരോ വീഡിയോ വെച്ചാണ് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ അൽഗോരിതം അത് നല്ലോണം വർക്ക് ആവും. അതിനനുസരിച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. എന്ന് വെച്ച് ഒരു വർഷം 365 ദിവസം നിങ്ങൾ പോസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു വീക്കിൽ ഒരു 4 വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് പോസ്റ്റ് ചെയ്യണം. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടുള്ളൂ. ഒരിക്കലും നിങ്ങൾ ആ കൺസിസ്റ്റൻസിയിൽ ഒരു മടി കാണിക്കരുത്. അത് മടി നിങ്ങൾ എത്രത്തോളം കാണിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം സംഭവിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ടൈം റിസൾട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നാളെ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ പോവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ 2 മാസം കൊണ്ട് എനിക്ക് 10K ഫോളോവേഴ്സ് ആണോ, 2 മാസം കൊണ്ട് എനിക്ക് 100K ഫോളോവേഴ്സ് ആണോ, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് എനിക്ക് കൊളാബ് കിട്ടണം, ബ്രാൻഡ് പ്രൊമോഷൻ കിട്ടണം എന്നൊക്കെ മൈൻഡിൽ നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ലോകത്ത് എക്സ്പെക്റ്റഡ് റിസൾട്ട് ലിമിറ്റഡ് ടൈമിനുള്ളിൽ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ കയ്യിലല്ലല്ലോ. ചില ആളുകൾക്ക് അത് വർക്കും. ചില ആളുകൾ ഞാൻ പറയില്ല, ഒരൊറ്റ വീഡിയോ കൊണ്ട് ചിലപ്പോൾ 1 ദിവസം കൊണ്ട് ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ് കയറും. ഇപ്പം മറ്റേ ഒരു CJP എന്ന് പറഞ്ഞൊരു പാർട്ടി വന്നല്ലോ, കോക്രോച്ച് ജനതാ പാർട്ടി. വെറും 4-5 വീഡിയോസ് കൊണ്ട് അങ്ങനെ എന്താണ് അവർക്ക് 22 ബില്യൺ എന്തോ കയറിയത്. അത് ചില അത്രയും റയർ കേസുകളാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് വർക്ക് ആവില്ല. സോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് യുണീക്കായ കോണ്ടന്റ്സ് പോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോഴാ ഒരു വീഡിയോ കയറും, ഒരൊറ്റ വീഡിയോ നിങ്ങളിത് ക്ലിക്ക് ആവും. പക്ഷെ ആ ഒരൊറ്റ വീഡിയോ മതി നിങ്ങളുടെ പ്രൊഫൈലിന്റെ കംപ്ലീറ്റ് ഗ്രാഫേ മാറും. നിങ്ങളുടെ ഫോളോവേഴ്സ് മാറും, എൻഗേജ്മെന്റ് കൂടും, റീച്ച് കൂടും, വ്യൂസ് കൂടും, പ്രൊമോഷൻ കിട്ടി തുടങ്ങും, കൊളാബൊക്കെ കിട്ടി തുടങ്ങും. പക്ഷെ ആ ഒരു വീഡിയോക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഒരു 100-200 വീഡിയോ എടുക്കേണ്ടി വന്നേക്കാം. അതൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വൺസ് നിങ്ങളുടെ വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ ആക്സെപ്റ്റൻസ് കിട്ടും. നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനൊക്കെ പറ്റും. കോണ്ടന്റ് ക്രിയേഷൻ്റെ ഗ്രാഫ് ഒരിക്കലും താഴോട്ട് പോകില്ല, അത് മുകളിലോട്ടേ വരുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും 100 കണക്കിന് ക്രിയേറ്റേഴ്സ് വരുന്നത് എന്തുകൊണ്ടറിയോ, അത്രയും സ്കോപ്പുള്ള ഒരു ഏരിയ ആണിത്. പക്ഷേ 10 ആൾ ഒരേപോലെ വന്നാൽ അതിൽ 1-2 ആൾക്കേ ചാൻസ് ഉള്ളൂ. 10 ആളും 10 തരത്തിൽ വന്നാൽ ഈ 10 ആൾക്കും ചാൻസ് ഉള്ള ഒരു മേഖലയാണ് കോണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അതായത് നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു 3 കാര്യങ്ങളാണിത്. ഒന്ന്, യുണീക്കായ കോണ്ടന്റ്സ് മാക്സിമം ചെയ്യുക.
രണ്ടാമത്തത് കൺസിസ്റ്റൻസി, മൂന്നാമത്തത് ലിമിറ്റഡ് ടൈം റിസൾട്ട് എക്സ്പെക്ട് ചെയ്യരുത്. ഇത് മൂന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ, ഇത് മൂന്നിലും നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി തുടങ്ങിക്കോ, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. അത്രയും നല്ല ഫീൽഡാണ് കോണ്ടന്റ് ക്രിയേഷൻ. അതുമല്ല, നമുക്ക് ഏത് ജോലി ചെയ്തുകൊണ്ടും കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാം, എന്ത് പഠിച്ചുകൊണ്ടും കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാം, എവിടുന്നും കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാം. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയ ക്യാമറ ഉണ്ടെങ്കിലും നല്ല മൈക്ക് ഉണ്ടെങ്കിലും ലൈറ്റ് ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങും എന്നൊന്നും വിചാരിക്കരുത്. എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങുക, ബാക്കിയുള്ളതൊക്കെ പോണ വയ്ക്കേണ്ടി കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.